എന്തത് പൂക്കളെഴുതാ കൊറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം കഴിക്കില്ലീറ്റോ എന്താണ് ഇതൊരു മടുപ്പടി ഭക്ഷണത്തിനോ ഭക്ഷണത്തിനോട് മാത്രമല്ല അങ്ങനൊന്നുമില്ല പിന്നെന്താ എല്ലാം കൊണ്ടും ഒരു മടുപ്പെന്നേ എന്താ ഇത് രാവിലെ ഉറക്കം എണീക്കണ് ഈ കാപ്പി കൊണ്ടുവരുന്നു ഒരു ദോശ അല്ലെങ്കിൽ ഒരു പുട്ട് അല്ലെങ്കിൽ ഒരു ഇഡലി പിന്നെ അതിന് ചമ്മന്തി സാമ്പാർ ഇതിങ്ങനെ കഴിക്കുന്നു പോകുന്നു അതെന്താന്നറിയോ സാധാരണ മനുഷ്യരെ യുദ്ധം ചെയ്യാനൊന്നും പോണില്ല വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വേണം ഒരു ലക്ഷ്യം വേണം അങ്ങനെ ആകുമ്പോ ബോറടി ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ ബോറടിക്കും പക്ഷെ മാറും ഞാൻ മാറ്റി തരട്ടെ അങ്ങനൊന്നും മാറൂല ഇത് എന്താ സാമ്പാർ സൂപ്പർ ഭയങ്കര സൂപ്പർ തന്നെ ഈ സാമ്പാർ തന്നെ ഇന്നലെയും വെച്ചത് മെനഞ്ഞാന്നും വെച്ചത് നാലെണ്ണം ഒക്കെ കഴിക്കുമല്ലോ ബോറടി മാറ്റാൻ എന്തിന് പുറത്തേക്ക് എന്തായാലും പോവല്ലേ റേഷനറി മേടിച്ചോണ്ട് വരും എന്താന്നറിയോ ഞാൻ പുറത്ത് പോണില്ലല്ലോ ഞാൻ പോണില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു പുറത്തു പോകാത്തത് ഒരു ഉഷാറില്ലടി തങ്കം ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോണേ ഇത് പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് കളിക്കാം അപ്പൊ ഉഷാർ വരും ഏത് നമ്മളെ മറ്റേ വട്ടുവലിച്ച് കളിക്കുന്നല്ലേ ആ കളിയനല്ലേ നമ്മളെന്നും കളിക്കുന്നത് എങ്ങനെ നമുക്ക് വേറെ ഉണ്ടാക്കാം ഇന്ന് പുറത്ത് എന്തോ സംഗതി ഒപ്പിച്ചിട്ടുണ്ട് അതാണ് പോവാത്തത് എന്താന്ന് പറഞ്ഞു അല്ല തങ്കം സത്യം ഈ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മളതിൽ എന്നും കുറെ യാന്ത്രികമായിട്ട് അങ്ങനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെയല്ലേ ജീവിക്കണേ അതൊന്നും എനിക്കറിയില്ല ഞാനേ ഇച്ചിരി ഏതായിരുന്നു കിടന്നാ ചിലപ്പോ ഒന്ന് മാറിയായിരിക്കും അപ്പൊ എല്ലാ ദിവസം കിടക്കണ പോലെ അല്ലേ ഇന്ന് കിടക്കാൻ പോണേ ഇന്ന് തല കുത്തിയാണ് കിടക്കണേ അപ്പൊ എന്താ മടുപ്പില്ലേ ഇന്ന് നമ്മൾ കണ്ണടച്ചല്ലേ കിടക്കണം ഇന്ന് ഞാൻ ഇച്ചിരി സമയം കണ്ണ് തുറന്നു നോക്കട്ടെ എന്തോന്ന് പറയാ അവരെന്തോ വഴക്ക് ഉത്സാഹം കണ്ട അപ്പുറത്തെ വീട്ടിൽ വഴക്ക് കേട്ടപ്പോ 6 മാസത്തോളായി ബുദ്ധിമുട്ട് തുടങ്ങി 6 മാസത്തോളം 1 വർഷമാവും നിനക്ക് കുഴപ്പം തോന്നി പിന്നെ കുഴപ്പമില്ലാണ്ട് നമ്മുടെ വീടാണ് അവിടെ പണിത് തീരാണ്ട് കിടക്കണം എന്റെ വീട് മാത്രം എന്റെ കൂടെ വീടല്ലേ എനിക്കറിയാം നാട്ടുകാരെ കാര്യം അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ എങ്ങനെ ഇത് അന്വേഷിക്കുക തന്നെ നാട്ടുകാരെ കാര്യം നോക്കി എല്ലാവരുടെ കാര്യം നോക്കിയിട്ട് എനിക്ക് വീട് നോക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നിനക്ക് എന്ത് വേണം ഞാൻ പറഞ്ഞത് അപ്പോഴേ എന്റെ ഡാഡി പറഞ്ഞ കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ മതി ഇപ്പൊ എന്റെ അമ്മായിയുടെ കുഞ്ഞമ്മയുടെ ഒക്കെ വീട് പണി കഴിഞ്ഞ് അവരവിടെ താമസിക്കാൻ തുടങ്ങി അല്ല ഞാൻ ചോദിക്കട്ടെ നിന്റെ ഡാഡി മാത്രമേ ഈ കോൺട്രാക്ട് അറിയാവോ എനിക്ക് ആരെ അറിഞ്ഞൂടി ഞാൻ വെച്ച കോൺട്രാക്ട് നല്ലതല്ലേ അമ്പിളിച്ചേട്ടൻ വെച്ച കോൺട്രാക്ടറെ പണി ഞാൻ കണ്ടു അത് ഞാൻ അന്ന് ഇറങ്ങി പോന്നപ്പോ എങ്ങനെയുണ്ട് ആ വീട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു പണി നടന്നിട്ടില്ല എത്ര പ്രാവശ്യം പറഞ്ഞേ ഒരു ആവശ്യത്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്പിളിച്ചേട്ടൻ എന്നോട് ചൂടാവുന്ന എന്തിനാ പിന്നെ എന്തിനാ എന്നോട് ചൂടാവിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ നിനക്ക് അറിയില്ല അങ്ങനെ എന്റെ അടുത്ത് ഫുഡ് എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം വേണ്ടി വരുമെന്ന് അപ്പൊ ഞാൻ നിന്നെടുത്ത് പറഞ്ഞു അത് കാര്യം നിന്നെടുത്ത് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ നിനക്ക് ടെമ്പർ കത്തിക്കല്ലേ പിന്നെ എനിക്ക് കുറച്ച് വിഷമം ഈ വീട്ടിൽ വെറുതെ ആവശ്യമില്ലാണ്ട് 6 മാസമായിട്ട് വാടക കൊടുത്തോണ്ടിരിക്കുക ആവശ്യമില്ല വാടക താമസിക്കുന്നത് ആര് പിന്നെ ആ വീടിന്റെ പണി തീർക്കണ്ടേ തീർക്കാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ തീർക്കാൻ എത്ര മാസമായി തുടങ്ങിയിട്ട് ആ കൊച്ചു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഞാൻ ചോദിക്കാനുള്ളതാണ് അതിപ്പോ ചോദിച്ചത് കുറെ നാളായാലും നീ ഇവിടെ കിടക്കണം ഇതുവരെ വീട് വെച്ച് അങ്ങോട്ട് മാറാറായി എനിക്ക് ഇപ്പൊ തോന്നണം നീ എന്റെ അളിയനെ വാടക കൊടുക്കാതെ പറ്റിച്ചോണ്ടിരിക്കുക ഞങ്ങളെ ഭാര്യ ഭർത്താവുന്നുള്ള കുടുംബകാര്യ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എവിടെ അപ്പുറത്ത് ഇപ്പുറത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ കയറി തലയിടാൻ വന്നോളൂ ചെന്നായ പോലെ രക്തം കൂടെ ഞങ്ങള് തീർത്തോളാം എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല പിന്നെ വെറുതെ കയറി ഇടപെടാൻ വന്നിരിക്കുക ഇത് വേണം നിങ്ങള് വീണ്ടും നീ കഷ്ടം തന്നെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വില കളയാനായിട്ട് രണ്ടെണ്ണം ഒരു കാര്യമില്ല നല്ലോണം ചമ്മിയില്ലേ ആര് ലീറ്റോ എന്തിനാ ഞാൻ നമ്മളെ വല്ല കാര്യം ഉണ്ടായി ഇപ്പൊ അതിന്റെ നടുക്കളോട് പോയി വീഴാൻ കണ്ടുപഠിക്കണം കണ്ടോ അവളെ കണ്ടോ അവളെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോ അവള് വന്ന് കണ്ടോ അവന്റെ ഒപ്പം ചേർന്നത് കണ്ടോ ഇവിടെ നീ ആണെങ്കിൽ എന്ത് ചെയ്തടി നീ ആണെങ്കിൽ എന്നെയും കൂടെ അവന്റെ കൂടെ ചേർന്ന് കുറെ ഒന്ന് കുറ്റപ്പെടുത്തും ഇവിടെ അങ്ങനെ ഭർത്താവിന് വിലയില്ലല്ലോ ഞാൻ നിങ്ങൾ ആരുടെ മുമ്പിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല നീ സപ്പോർട്ട് ചെയ്താ എപ്പൊ പിന്നെ എത്ര നാള് നിങ്ങൾ എങ്ങനെ ജീവിച്ചത് നീ ഭയങ്കര സപ്പോർട്ട് എന്നെ കൂടെ ഒന്നും പറയിക്കല്ലേ നാട്ടുകാരോട് ഇറങ്ങി ചോദിക്കണം അപ്പൊ അറിയാം തങ്ക എന്താ അവരോടൊക്കെ പറഞ്ഞേക്കണേന്ന് എനിക്ക് എന്തായാലും കൊള്ളൂല നിങ്ങള് പിന്നെ നാട്ടുകാരൊക്കെ പറയണത് കേൾക്കണം എന്താ പറയണത് അത് കയ്യിലിപ്പ് നന്നാവണം എന്ത് കയ്യിരിപ്പ് ഞാൻ മാത്രം ആലച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ പ്രവൃത്തി നന്നായാൽ നാട്ടുകാർ നല്ലത് പറയും പിന്നെ എന്റെ പ്രവൃത്തിയുടെ കുഴപ്പമാണ് അല്ല തങ്ക എന്നെ കൊണ്ട് നീ ഇപ്പൊ ഒരാവശ്യം ഉണ്ടായില്ല അവരുടെ നടുക്കോട്ട് പോയി വീഴാനായിട്ട് കാര്യമുണ്ട് കാര്യം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അവരിപ്പോ താമസിക്കുന്നത് എന്റെ അളിയന്റെ വീട്ടിലാണ് തൊട്ടടുത്ത് താമസിക്കുന്നത് നമുക്ക് നിങ്ങള് കണ്ണി കണ്ട കുടുംബത്തിന്റെ കാര്യം നോക്കണ്ട നിങ്ങൾ ഈ കണ്ണി കണ്ട കുടുംബം തന്നെ അവര് നമ്മുടെ ഔദാര്യത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഇത്ര നേരം നിങ്ങൾക്ക് തീരെ വയ്യായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് മാനസികമായി അത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അതിലൊന്നും ആരും ഇടപെടണ്ട ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ അവർക്ക് വഴക്കൂട അതിനകത്തൊന്നും വഴക്കൂടല്ലോ
അതിന് വെളിയിറങ്ങി അവരവിടെ വാടക കൊടുത്തിട്ടല്ലേ ജീവിക്കുന്നത്? വാടക കൊടുക്കണം എന്ത് തോന്നിയാ നീ ചുമ്മാ വിവരദോഷം പറയാതെ. വാടക കൊടുക്കണമെങ്കിൽ വാടക സാമാന്യ ബുദ്ധിയോടുകൂടി മനുഷ്യൻ ഒരു ചിന്തിക്കും. സാമാന്യ ബുദ്ധിയില്ല. ഞാൻ ഇപ്പൊ എന്താ സംസാരിച്ചത്? എന്താ തെറ്റ്? എന്താ തെറ്റ്? നീ കണ്ടു പഠിക്കണം ആ പെണ്ണിനെ. എനിക്ക് മനസ്സിലായി, എനിക്ക് കണ്ടോ? സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ നീ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ എന്നെ അങ്ങ് മോശക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ കൊച്ചിന്റെ മുമ്പായാല് ഒന്നുമില്ല. അതാ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക. എങ്ങനെ ഞാൻ ഉണ്ടായിരിക്കണം? നീ പോയിക്കേ, അകത്തോട്ട് പോ. ഞാൻ ഉണ്ടായിരിക്കണ നീ എന്റെ തോളി കയറിയിടി. പിന്നെ എനിക്ക് അതല്ലേ പണി. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. നേരം വെളുക്കുമ്പോ മുതൽ അയ്യോ ഞാൻ ഇന്ന് ആരുടെ പുറത്തോട്ട് കയറണം, ഇന്ന് ആരോട് തല്ലുപിടിക്കണമെന്ന് ചോദിച്ചാൽ ഞാനല്ല. അതെ ഇത് ഞാനായിട്ട് ക്ഷമിക്കണുണ്ടാ ഇതിങ്ങനെ അങ്ങ് പോണം. ക്ഷമിക്കാൻ അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി അങ്ങോട്ടാ. ഇനി ഞാൻ ക്ലീറ്റോന്റെ അടുത്ത് വന്ന് മിണ്ടുന്ന ക്ലീറ്റോ വിചാരിക്കണ്ട. നീനിപ്പോ മിണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ സംഭവം. ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ രാഗിനെ പോലെ ആവാത്തതിനല്ലേ പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് മിണ്ടാൻ വരുന്നില്ല, എന്നോട് മിണ്ടണ്ട. ഞാൻ മിണ്ടാൻ അങ്ങോട്ട് വരണില്ല. വേണ്ട, ഞാൻ ഒരു വകയും മിണ്ടണില്ല. എന്റെ അച്ഛന്റെ പേര് ഹവീൽദാർ എന്നാ. ഞങ്ങൾക്ക് കുറച്ച് വാശിയുണ്ട്. എന്റെ തന്തയുടെ പേര് കുമ്മേൽ മത്തായി. ഞങ്ങൾക്കും ഉണ്ട് അഭിമാനമൊക്കെ. ആയിക്കോട്ടെ. പിന്നെ എവിടെ മിണ്ടിയില്ലെങ്കിൽ ഞാനായിട്ട് ഞാൻ അങ്ങോട്ട് മിണ്ടാൻ വരണില്ല. ഇനി ഒന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരെയും ചെയ്യും. അപ്പൊ എനിക്ക് നല്ല സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാവുമല്ലോ. എനിക്ക് സമാധാനം ഉണ്ടാവും. രണ്ടുപേർക്കും സമാധാനം കിട്ടട്ടെ. എവിടെ പോ, അരി മേടിച്ചാന്നിട്ട് പോ. നിന്റെ തന്ത ഹവീൽദാരെന്ന് പോയി പറയടി. ഈ വൈകുന്നേരം വെക്കാൻ അരിയില്ലാന്ന്. നീ എന്റെ അടുത്തൊരു വകയും മിണ്ടണ്ട. ഓ എന്ത് കാര്യം? പ്രശ്നം എന്താ? അവർ രണ്ടുപേരും കൂടി തല്ലു പിടിച്ച അതിന് എനിക്കറിയില്ല. പോതല്ലി ഈ കുടുംബത്തിന് ആരായിട്ട് ഇത് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം. നീ കഴിച്ചോ? എനിക്ക് വേണ്ട. അപ്പൊ കഴിച്ചതല്ലേ, ഇനി എന്താ വേണ്ടാന്ന് പറഞ്ഞു? ദിവസം പറങ്ങണം മിണ്ടമ്മ. Alien versus Alien.